ചേലക്കരയിൽ രുദ്രാക്ഷം പൂത്തുലഞ്ഞു. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ സവിശേഷ ഇനമായ രുദ്രാക്ഷ മരം പൂത്തതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ചേലക്കര വട്ടുള്ളി സ്വദേശിയായ ജോസ്. ചേലക്കരയിൽ രുദ്രാക്ഷം പൂത്തുലഞ്ഞു. സവിശേഷ ഇനമായ രുദ്രാക്ഷമരം പൂത്തതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ചേലക്കര വട്ടുള്ളി സ്വദേശിയായ ജോസ്. കേരളത്തിലെ നിത്യഹരിതവനങ്ങളിലും അർദ്ധ നിത്യഹരിതവനങ്ങളിലും കണ്ടുവരുന്ന ഒരിനം നിത്യഹരിത വൃക്ഷമാണ് രുദ്രാക്ഷം. മരത്തിന്റെ കുരുവും രുദ്രാക്ഷം എന്നു തന്നെയാണ് അറിയപ്പെടുന്നത്. കൂടുതലായും നേപ്പാളിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലുമായാണ് വൃക്ഷം സാധാരണയായി കാണപ്പെടുന്നത്. പുരാതന കാലം മുതൽക്കു തന്നെ ഭാരതീയ ഋഷിവര്യന്മാർ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ചു നടന്നിരുന്നു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷത്തിന് ഏറെ ഔഷധ ഗുണങ്ങളും ഉണ്ടെന്നാണ് വിശ്വാസം. അപൂർവ വൃക്ഷമായ രുദ്രാക്ഷം ഇനി വട്ടുള്ളിയിലെ മണ്ണിലും കായ്ക്കും. ജോസിന്റെ പുരയിടത്തിലെ രുദ്രാക്ഷമരം ഇപ്പോൾ പൂവിട്ട് കഴിഞ്ഞു. 8 വർഷം മുമ്പ് മൂന്നാറിൽ നിന്നും തൈ എത്തിച്ചാണ് മരം നട്ടത്. രുദ്രാക്ഷം പൂത്തുലഞ്ഞതിന്റെ ആവേശത്തിലാണ് ഈ പ്രകൃതി സ്നേഹി. വേനൽ കടുത്തപ്പോൾ മരത്തിന്റെ തലപ്പുണങ്ങിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ദിവസവും 2 നേരം വെള്ളമൊഴിച്ച് പരിപാലിച്ച് ജോസ് നടത്തിയ പരിശ്രമമാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത്. രുദ്രാക്ഷം പൂത്തുലഞ്ഞ ദൃശ്യങ്ങൾ കാണാൻ നിരവധി പേരാണ് വട്ടുള്ളിയിലെ പുരയിടത്തിലേക്ക് എത്തുന്നത്. ഉടൻ തന്നെ മരം കായ്ക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പിലാണ് ജോസും കുടുംബവും. ന്യൂസ് ഡെസ്ക് തനിനിറം.